ഹായ് ഫ്രണ്ട്സ്, ഞാൻ തൊല്ലത്താണ്. ഇന്ന് നമ്മൾ കാണിക്കാൻ വന്ന 1,65,000 രൂപ മുടക്കിയിട്ട് ഇറക്കി നമുക്ക് കൊണ്ടുപോകുന്നൊരു വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടിൻ്റെ അവസ്ഥ ഒന്ന് നോക്കുക നിങ്ങൾ. കാരണം എൻ്റെ പെയിൻറ് ക്വാളിറ്റി ഒന്ന് നോക്കുക കേട്ടോ. അപ്പം നമ്മൾ ലോങ്ങിൽ നിന്ന് നോക്കുന്ന സമയങ്ങളിൽ ഇത് മൊത്തത്തിൽ ഒരു ഓവർവ്യൂ ആണ് കാണിക്കുക അല്ലേ. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല തിളക്കമുണ്ട്. ഇത് ക്ലോസപ്പിൽ അടുത്ത് കംപ്ലീറ്റ് ഓറഞ്ച് പീല്, ഡസ്റ്റ് കാര്യങ്ങൾ നോക്കുക. ഈ പെയിന്റിങ്ങിന് 15 രൂപ വാങ്ങിച്ചു എന്നാണ് പറഞ്ഞത്. 15,000 രൂപയ്ക്കാണ് പെയിന്റിങ് ചെയ്തതെന്നാണ് പറഞ്ഞത്. ഏതായാലും ഉണ്ടല്ലേ, ഇതാണ് പെയിന്റിങ്. അതൊക്കെ കിടക്കട്ടെ. അത് ഓവറോള് ലോങ് ടൈം നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ടാങ്ക്, ലൈനിങ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ, ലൈനിങ് സ്ട്രൈപ്പിങ് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്, വരച്ച തന്നെയാണ്, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനേക്കാളും വലിയ വിഷയം ഈ 1,65 മുടക്കിയിട്ട് കസ്റ്റമറിന് വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല എന്നുണ്ട്. ഇപ്പോൾ ഈ 30 കിലോമീറ്റർ ആദ്യമായിട്ട് എത്രയല്ലോ ഈ 2,000 കിലോമീറ്ററിൻ്റെ അടുത്ത് വണ്ടി ഓടി. ഇത്രയും ലോങ് ആയിട്ട് 30 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്ന ആദ്യമായിട്ടാണ് കസ്റ്റമർ പറയുന്നത്. അപ്പം ആ ഓടിച്ചപ്പോൾ സംഭവിച്ചു നോക്കാം കേട്ടോ. ഹെഡ് കംപ്ലീറ്റ് ടൈമിങ് തെറ്റി വെച്ചിട്ട് ഹെഡ് ഗോൾഡൻ കളർ കംപ്ലീറ്റ് കളർ മാറി, സൈലൻസറിൻ്റെ ബെൻഡ് കളർ മാറി, ഹെഡൊക്കെ കളർ മാറി. അപ്പോൾ ഇത്രയൊക്കെ പൈസ മുടക്കി ചെയ്യുമ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ല രീതിയിൽ പെയിൻറ്റിങ് ചെയ്ത സമയത്ത്, പെയിൻറ്റിങ് ചെയ്ത് കൈ കിട്ടുന്ന സമയത്തും പൈസ കൊടുക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ക്ലീൻ ആണോ എന്നുള്ളത് കേട്ടോ. കാരണം എൻജിൻ കംപ്ലീറ്റ് അയച്ചിട്ട്, പിസ്റ്റൻ്റെ വർക്കിന് കംപ്ലീറ്റ് അയച്ചിട്ട് എൻജിൻ തന്നെ 10, 35, 40 രൂപ ചിലവായിട്ടുണ്ടെന്ന് തോന്നുന്നത്. എനിക്ക് ബില്ലൊക്കെ കാണിച്ചു തന്നു പുള്ളിക്കാരന്. ഞാൻ അപ്പോൾ ഇതിൻ്റെ മെയിൻ വിഷയമൊന്നുമല്ല. മെയിൻ വിഷയം വണ്ടി വലിക്കുന്നില്ല എന്ന് രണ്ടാമത് പോയ സമയത്ത് പല വർക്കുകളും ചെയ്ത് നോക്കി മെക്കാനിക്ക്. അപ്പോൾ സക്സസ് ആയില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ നമ്മളെ അടുത്ത് വീഡിയോ കണ്ട് കൊണ്ടുവന്നാണ്. ഏതായാലും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് തരാം. എന്തൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതെന്നുള്ളത്. ടൈമിങ് ഓൾറെഡി തെറ്റാണ്. വണ്ടിയുടെ പിക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം അടുത്ത വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.